രാത്രിയിൽ പവി സിദ്ധുവിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആ നേരത്താണ് സിദ്ധു അങ്ങോട്ട് വരുന്നതും അവളുടെ അരികിൽ ചെല്ലുന്നതും. ബെഡ്റൂമിലെ സ്റ്റഡി ടേബിളിൻ്റെ മുന്നിലിരുന്നാണ് പവി എഴുതുന്നത്. സിദ്ധു തൻ്റെ ബാഗിൽ നിന്നും 2 നോട്ട്സ് എടുത്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തതും പവി വല്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി. പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ആതിരയുടെ കൈ കൊടുത്തോളാം. പവിയുടെ നോട്ടത്തിനർത്ഥം മനസ്സിലായ മട്ടിൽ സിദ്ധു പറഞ്ഞു. വേണ്ട, ഞാൻ എഴുതിക്കൊള്ളാം. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അവൻ്റെ കയ്യിൽ നിന്നും നോട്ട്സ് പിടിച്ചു വാങ്ങി. സിദ്ധു അവൾ ഇരിക്കുന്ന ചെയറിനരികിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ എഴുതുന്നത് നോക്കി നിന്നു. ഇതെന്തുവാടി, നീ ഡോക്ടർക്ക് പഠിക്കുവാണോ? ഇതെനിക്ക് വായിക്കാൻ കിട്ടുമോ ഈശ്വര? ഇതിനേക്കാൾ നന്നായി ആദ്യം എഴുതുമായിരുന്നു. സിദ്ധു ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അവളത് ശ്രദ്ധിക്കാതെ തൻ്റെ പ്രവൃത്തി തുടർന്നു. പവിയുടേത് നല്ല കൈയക്ഷരമായിരുന്നു. അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു അവൻ. അവളുടെ കസേരയിലേക്ക് ചാഞ്ഞതുകൊണ്ട് അവളുടെ മുടി അവൻ്റെ മുഖത്തേക്ക് തട്ടുന്നുണ്ട്. അതിൽ നിന്നും വമിക്കുന്ന ഷാമ്പുവിൻ്റെ ഗന്ധം അവൻ ഉള്ളിലേക്ക് ആവാഹിച്ചു. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കാതോരം ഇക്കിളി കൂട്ടുന്നുണ്ട്. അവളും അത് ആസ്വദിക്കുന്നുണ്ട്. അതിനിടയിൽ അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിടുക്കിലേക്ക് നീണ്ടു. മാറും ചുഴി ചെറുതായി കാണുന്നുണ്ട്. അവൾ കാണാതെ അവൻ അതൊക്കെയും ആസ്വദിക്കുന്നുണ്ട്. ഇടയിൽ എപ്പോഴോ അവളുടെ നോട്ടവും അവനിലേക്ക് നീണ്ടു. അവൾ തൻ്റെ മുടി മുൻവശത്തേക്കിട്ട് അവൻ്റെ കാഴ്ചയ്ക്ക് ഭംഗം സൃഷ്ടിച്ചു. താൻ നോക്കുന്നത് അവൾ കണ്ടുവെന്ന് തോന്നിയ സിദ്ധു ചമ്മൽ മറച്ചു പിടിച്ച് തൻ്റെ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. അബിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മറുവശത്ത് നിന്നും അബിയുടെ സ്വരം കേൾക്കാം. സിദ്ധു, നിങ്ങൾ ഇറങ്ങിയോ? ദേ പാർട്ടി ഇപ്പോൾ തുടങ്ങൂട്ടോ. എടാ ഇല്ലടാ, നിനക്കറിയാമല്ലോ ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ല. ഞാൻ അവളെ പാർട്ടിക്ക് വിളിച്ചാൽ അവൾ ജാട ഇറക്കും. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, നീ വെച്ചോ. ശരിടാ, എന്നാ പെട്ടെന്ന് വരണേ. അബി കോൾ അവസാനിപ്പിച്ചു. സിദ്ധു മുറിയിലേക്ക് ചെന്നു. വാർഡ്രോബ് തുറന്ന് തനിക്ക് ധരിക്കാനുള്ള ഷർട്ടും പാൻറ്റും എടുത്ത് ബെഡിൽ വെച്ചു. അതിനിടയിൽ ജീവയ്ക്ക് വിളിച്ചു. ഹലോ, പറയടാ. മറുവശത്ത് നിന്നും ജീവയുടെ സ്വരം കേൾക്കാം. എടാ, നീ റെഡിയായോ? ആ, റെഡിയായിക്കൊണ്ടിരിക്കുക. സിദ്ധു, നീ ഇറങ്ങിയോ? ദേ ഇറങ്ങാനിരിക്കുക. എടാ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കിട്ടാ. അവിടെ അബിയുടെ കസിൻസൊക്കെയും വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ അവളും ഉണ്ടെന്ന്. ആമി. എടാ എൻ്റെ ആമി. നാളുകൾക്ക് ശേഷം അവളെയും കാണാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് ഞാൻ. നിനക്കറിയാലോ, ഞാൻ അവളെ കെട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്ത് കാര്യം? സിദ്ധുവിൻ്റെ സംസാരം ശ്രദ്ധിച്ച പവിക്ക് അങ്ങ് ചൊറിഞ്ഞു വന്നു. എന്നാൽ ഇതേ സമയം ഇവൻ ഇതേത് ആമിയുടെ കാര്യമാണ് പറയുന്നത് എന്ന പോലെ ജീവ വായും പൊളിച്ച് നോക്കി നിന്നു. എന്നാൽ ശരിയടാ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. എൻ്റെ ഫോണിലെ ചാർജ് കുറവാ. എനിക്ക് അവിടെ എത്തിയിട്ടെ ആമയുടെ കൂടെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ളതാ എന്നും പറഞ്ഞ് പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു. പവിയെ ശ്രദ്ധിക്കാതെ അവൻ ടവൽ എടുത്ത് വാഷ്റൂമിലേക്ക് നടക്കാനൊരുങ്ങി. അതെ, നീ എങ്ങോട്ട് പോവാ? പവി ചോദിച്ചു. അതെന്തിനാ നീ അറിയുന്നേ? പവിയുടെ ചോദ്യത്തിന് സിദ്ധുവിൽ നിന്നും മറു ചോദ്യം ഉയർന്നു. ഞാൻ എന്തിനാ അറിയുന്നേന്നോ? ഞാനേ നിന്റെ ഭാര്യ ആയതുകൊണ്ട്. പവി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് അല്പം കനപ്പിച്ച് പറഞ്ഞു. ഓ, നീ എൻ്റെ ഭാര്യയാണല്ലേ? എന്നാ ഭാര്യ പോയി ചേട്ടൻ്റെ ഈ ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്ത് തന്നെ. ചേട്ടനൊരു പാർട്ടിക്ക് പോകാനുള്ളതാ. അവിടെ അയൺ ചെയ്ത് വെച്ച ഡ്രസ്സ് ഉണ്ടല്ലോ, ചേട്ടനെ അതിട്ട് പോയാൽ മതി. ഹേയ്, അത് പറ്റില്ല. ഇത് ആമയ്ക്ക് ഇഷ്ടപ്പെട്ട കളറ്. സിദ്ധു ചിരി കടിച്ചു പിടിച്ച് പറഞ്ഞു. ദേ കുറേ നേരമായി ആമയുടെയും മുയലിൻ്റെയും കഥ കേൾക്കാൻ തുടങ്ങിയിട്ട്. അതെ, നീ പോകുമ്പോഴേ ഞാൻ കൂടെ വരുന്നുണ്ട്. എന്തിന്? നീ എന്തിനാണോ പോകുന്നേ? അതിന്? അതൊന്നും പറ്റില്ല. നിന്നെ വിളിച്ചില്ലല്ലോ. നിന്നെ വിളിച്ചല്ലോ, അത് മതി. ഞാൻ നിൻ്റെ ഭാര്യയാ. നീ എവിടെ പോകുന്നു അവിടേക്ക് ഞാനും വരും. വേറെവർ യു ഗോ ഐ വിൽ ബി ദെയർ. ഓക്കെ? അവൻ്റെ കവിളിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇനിയിപ്പോൾ എന്നെ കൂട്ടാതെ പോകാനാണ് ഉദ്ദേശമെങ്കിലേ നീയും പോണ്ട എന്ന് പറഞ്ഞവൾ ടേബിളിൽ കിടക്കുന്ന അവൻ്റെ കാറിൻ്റെ കീയും ബൈക്കിൻ്റെ കീയും കയ്യിൽ പിടിച്ചു അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ശേഷം അതെടുത്ത് അവളുടെ ടീഷർട്ടിനുള്ളിൽ കുത്തിത്തിരികിയതും സിദ്ധു അവളെ നോക്കി പുച്ഛിച്ചു. പൊന്നുമോളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഞാൻ കേക്ക് വേണ്ടി വഴക്കിടുമെന്നും അവസാനം ഞാൻ നിൻ്റെ ടോപ്പിനുള്ളിൽ കൈയിട്ട് അത് എടുക്കുമെന്നായിരിക്കും. അതെ, കുട്ടി ഉദ്ദേശിക്കുന്ന മൂഡിലല്ല ഞാനിപ്പോൾ ഉള്ളത്. അതുമല്ല, അതിനുള്ള സമയമില്ല. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു കൈ നോക്കാം. അവളുടെ കാതോ മുഖമടിപ്പിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. ശേഷം അവൻ അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവനെ പിടിച്ചു തള്ളി. ആ കീ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. അതും പറഞ്ഞു പവിക്ക് നേരെ പുച്ഛം വാരി വിതറിക്കൊണ്ട് സിദ്ധു വാഷ്റൂമിലേക്ക് നടന്നു. സിദ്ധുവും പവിയും അബിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. സിദ്ധു ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പവി തൻ്റെ ഫോണിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഡിസൈനർ സാരിയായിരുന്നു പവിയുടെ വേഷം.
സാരിക്ക് ചേരുന്ന സിമ്പിൾ മോഡേൺ ഹെയർ സ്റ്റൈൽ, സിമ്പിൾ മേക്കപ്പ് ആൻഡ് ഓർണമെൻറ്റ്സ്. സിദ്ധുവിന് അവളിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. അവൻ ഇടം കണ്ടിട്ട് അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്. അവൻ അവളെ കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മ വെച്ചാലോ എന്ന് തോന്നാതിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം, തൽക്കാലം ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നേക്കാം, അല്ലാതെ വഴിയില്ലല്ലോ, സിദ്ധു ചിന്തിച്ചു. ഇന്നിപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ലിപ് കിസ് ഒപ്പിക്കണം, എന്താ ഒരു വഴി? സിദ്ധു തല പുകഞ്ഞു ആലോചിച്ചു. ഒടുവിൽ അവൻ്റെ തലയിൽ ബൾബ് മിന്നി. സാരി, പാർട്ടി, ബിയർ. കൊള്ളാം, അത് തന്നെ. ഞാനിന്നൊരു കലക്ക് മോനെ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിക്ക് ചെല്ലുന്നു. ഞാൻ ഇവളെ മൈൻഡ് ചെയ്യാതെ വേറെ പെണ്ണുങ്ങളുടെ കൂടെ കമ്പനി അടിക്കുന്നു. അസൂയ മൂത്ത ഇവളെ ബിയർ അടിക്കുന്നു. കിളിപോയ ഇവളെയും കൊണ്ട് ഞാൻ വീട്ടിൽ ചെല്ലുന്നു. ഡ്രൈവിങ്ങിനിടയിൽ സിദ്ധു സ്വപ്ന ലോകത്തേക്ക് ചേക്കേറി. ബിയർ അടിച്ച് കിളിപ്പോയ പവിയെയും കൊണ്ട് സിദ്ധു വീട്ടിലേക്ക് മടങ്ങിയെത്തി. നേരം ഏറെ വൈകിയതിനാൽ എല്ലാവരും ഉറങ്ങിയിരുന്നു. സിദ്ധു തൻ്റെ കയ്യിലെ സ്പെയർ കീ വെച്ച് ഡോർ തുറന്നു. പിച്ചും പെയ്യും പറയുന്ന പവിയെ നോക്കി മിണ്ടരുതെന്ന പോലെ സിദ്ധു തൻ്റെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ചു. പവി അതുപോലെ അവളുടെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ചു ഷ് എന്ന് കാണിച്ചു. സിദ്ധു അവളെയും പൊക്കിയെടുത്ത് മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ പവി അവൻ ബെഡിൽ കിടത്തി. ഒന്ന് മൂരി നിവർന്നുകൊണ്ട് സിദ്ധു ഡോർ അടക്കാനായി ചെന്നു. ഡോറും അടച്ച് തിരികെ വന്ന സിദ്ധു ബെഡിനരികിലേക്ക് നടന്നു. അവൾ ചുണ്ട് പിളർത്തി അവനെ നോക്കി. അവളുടെ ആ കിടപ്പ് കാണാൻ വല്ലാത്ത ചന്തമാണെന്ന് അവൻ ചിന്തിച്ചു. സാരിയുടെ സ്ഥാനം മാറിക്കിടക്കുന്നുണ്ട്. വയറും നാഭിചുഴിയും അനാവൃതമാണ്. അതവൻ്റെ സിരകളെ ചൂട് പിടിപ്പിച്ചു. അവൾ തൻ്റെ ചെരുപ്പഴിക്ക് എന്ന പോലെ അവന് നേരെ തൻ്റെ കാല് പൊക്കി. സിദ്ധു അവളെ കൂർപ്പിച്ചു നോക്കി. പ്ലീസ്, അവൾ കെഞ്ചിയതും അവൻ അവളുടെ ഇരു കാലിലെയും ചെരുപ്പ് അഴിച്ചെടുത്തു. അതിനിടയിൽ അവൾ അവൻ്റെ നെഞ്ചിനിട്ടൊന്ന് ചവിട്ടി. അവൻ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കയ്യിലെ ഓർണമെൻറ്റ്സ് അഴിക്കുന്ന പോലെ അവൾ തൻ്റെ കൈ രണ്ടും അവന് നേരെ നീട്ടുന്നത്. അവൻ അവളുടെ കയ്യിലെ ബാംഗിൾസും ചെയിനും അഴിച്ചു മാറ്റി ടേബിളിന് മേലെ വെച്ചു. പിന്നീട് അവൾ തൻ്റെ കമ്മലിൽ കൈവച്ച് കാണിച്ചതും അവൻ കമ്മലും ഊരി മാറ്റി. അടുത്തത് മാലയൂരാനായിരുന്നു അവളുടെ ആവശ്യം. അതും അവൻ ഊരി മാറ്റി. സിദ്ധു, എനിക്ക് ചൊറിയുന്നു, ഈ സാരി ഒന്ന് അഴുക്ക് എന്നും പറഞ്ഞവൾ ചിണുങ്ങി. സിദ്ധു അവളുടെ അരികിൽ വന്നിരുന്നു. അവളുടെ സാരിയുടെ പിന്നഴിച്ചു. പിന്നീട് അവൾ തന്നെ മാറിലെ മറ നീക്കി സാരി തലപ്പ് എടുത്തു മാറ്റി. ആ നിമിഷം ഇവളിതെന്തിനുള്ള പുറപ്പാടാ എന്ന പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവൻ്റെ കൈയെടുത്ത് തൻ്റെ വയറിൽ ഹിപ്പ് ചെയിനിന് മീതെയായി വെച്ചു. അത് അഴിക്കുക എന്ന പോലെ അവൾ കണ്ണുകൊണ്ട് കാണിച്ചതും സിദ്ധുവിൻ്റെ നോട്ട് അവളുടെ അരയിൽ ചുറ്റിപ്പിണഞ്ഞു നിൽക്കുന്ന മുത്തരഞ്ഞാണത്തിൽ എത്തി നിന്നു. സിദ്ധു അത് അഴിച്ചെടുക്കാൻ നോക്കി. പറ്റാതെ വന്നതും അവൻ തൻ്റെ പല്ലുകൊണ്ട് കൊളുത്ത് അഴിച്ചെടുക്കാൻ ശ്രമിച്ചു. അവൻ്റെ നിശ്വാസം അവളുടെ വയറിൽ പതിഞ്ഞു. അവൻ്റെ മൂക്കും താടി രോമങ്ങളും അവളുടെ വയറിനെ തൊട്ട് തലോടി. അവൾ അവൻ്റെ കൈ തൻ്റെ സാരിയുടെ ഞൊറുക്കി മീതെ വെച്ചു കൊടുത്തു. അവളുടെ അന്നേരത്തെ ഭാവം കണ്ടതും അവൻ്റെ കൈ യാന്ത്രികമായി അവളുടെ പാവാടക്കുള്ളിലേക്ക് നീണ്ടു. ഞൊറി അവൻ വലിച്ചെടുത്തു. അവൾ ആ നിമിഷം പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് കണ്ണിറുക്കി അടച്ചു. ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ അവൻ്റെ കണ്ണുകൾ അവളുടെ മേനിയിലൂടെ ഒഴുകി നടന്നു. അവളുടെ നെറുകയിൽ അവൻ മൃദുവായി ചുംബിച്ചു. കണ്ണടച്ച് കിടക്കുന്ന അവളുടെ മൂക്കിലൂടെ അവൻ താഴേക്ക് വിരലോടിച്ചു. കണ്ണടച്ച് നിൽക്കുന്ന അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ അതരങ്ങളെ തഴുകി ഉണർത്തി താടിയും കടന്നു തൊണ്ടക്കുഴിയിലെത്തി നിന്നു. ഒടുവിലത് കഴുത്തിൽ കൂടി പിന്നെയും താഴേക്ക് ഒഴുകി നടന്നു. അവളെ ഇക്കിളി കൂട്ടിക്കൊണ്ട് അവൻ്റെ വിരലുകൾ മാറൻ ചുഴിയിലെത്തി നിന്നു. ബ്ലൗസിനകത്തേക്ക് അവൻ പതിയെ വിരൽ ചലിപ്പിച്ചു. അവൾ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. അവനെ തൻ്റെ മാറോട് അടുപ്പിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവിടെ മുഴുകി നടക്കുമ്പോൾ അവൻ്റെ താടി രോമങ്ങൾ അവിടം ചെറുനോവ് സമ്മാനിക്കുന്നുണ്ട്. അവൻ തൻ്റെ പല്ലിനാൽ ബ്ലൗസിൻ്റെ ഹൂക്കുകൾ ഓരോന്നായി അഴിച്ചു മാറ്റി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. നോക്കിക്കോ, ഇന്നലെ ഞാൻ മിന്നായം പോലെ കണ്ടതൊക്കെയും ഇന്ന് ഞാൻ ആസ്വദിച്ചു കാണും, വിത്ത് യുവർ പെർമിഷൻ. സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ടിട്ടാണ് പവി ഫോണിൽ നിന്നും മുഖമുയർത്തി സിദ്ധുവിനെ നോക്കുന്നത്. എന്ത് കാണുന്ന കാര്യ നീ പറയുന്നേ? പവിയുടെ ചോദ്യം കേട്ടതും സിദ്ധു സ്വപ്നത്തിൽ നിന്നുണർന്നു അവളെ നോക്കി. എന്ത്? സിദ്ധു തിരിച്ചു ചോദിച്ചു. അല്ല, നീ ഇപ്പോൾ പറഞ്ഞില്ലേ എന്തോ കാണുമെന്ന്. എന്താ അത്? അത് നിന്നോട് പറയുന്നത് എന്തിനാ? ഞാൻ എന്തെങ്കിലും കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേ അത് കണ്ടിരിക്കും. അത്ര തന്നെ എന്നും പറഞ്ഞവൻ ഒരുവിധം ഒഴിഞ്ഞു മാറി. ദൈവമേ, ഇപ്പം മാനം കള്ളവണ്ടി കയറിയേനെ. ഒരു ഫ്ലോയിലങ്ങ് കണ്ടുവരികയായിരുന്നു. കൃത്യസമയത്ത് എൻ്റെ ഒരു ഡയലോഗ്. സാരമില്ല, സ്വപ്നത്തിൽ കണ്ടില്ലെങ്കിൽ എന്താ, ഞാൻ നേരിട്ട് കാണുമല്ലോ എന്നും മനസ്സിൽ പറഞ്ഞു സിദ്ധു വണ്ടി മുന്നോട്ട് എടുത്തു. സിദ്ധുവും പവിയും അബിയുടെ വീട്ടിലെത്തിച്ചേർന്നു. അവിടെ എത്തിയതും സിദ്ധു തൻ്റെ പ്ലാൻ പ്രകാരം പവിയുടെ മുന്നിൽ വെച്ച് അവൻ്റെ ക്ലാസ്സിലെ പെൺ സുഹൃത്തുക്കൾക്കും അബിയുടെ കസിൻസിനോടും ഒക്കെയും അവൻ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചു. പവിയാണെങ്കിൽ ഇതൊക്കെയും കണ്ടുകൊണ്ട് പല്ല് ഞെരിച്ചു. എടാ, ആമി എവിടെ? അവളെ കണ്ടില്ലല്ലോ എന്നുള്ള സിദ്ധുവിൻ്റെ ചോദ്യം കേട്ട് ഏത് ആമി എന്ന പോലെ അബി അവനെ നോക്കി.
അന്നേരം സിദ്ധു കണ്ണുകൊണ്ട് എന്തോ കാണിച്ചതും അബിക്ക് കത്തി. ഓ ആമി, അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിന്നെ കാണാനായി കണ്ണിൽ കരികോലൊഴിച്ച് കാത്തിരിക്കുക. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആണല്ലല്ലോ അല്ലേ? ഇതുകൂടി ആയതും പവി ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. എന്തിനാടാ നീ ഈ ചിക്കൻ മന്തി പ്ലേറ്റ് വെച്ചിട്ട് മറ്റുള്ളവരുടെ കഞ്ഞിയിൽ കൈയിടുന്ന എന്നുള്ള ജീവയുടെ ഡയലോഗ് കേട്ട് സിദ്ധു ചെറുചിരിയാലെ പവിയുടെ പോക്ക് നോക്കി നിന്നു. ചിക്കൻ മന്തി ഇത്തിരി സ്പൈസി ആയാലേ കഴിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റാന്നേ, സിദ്ധു ചെറുചിരിയാലെ പറഞ്ഞു. അതിനിടയിൽ സിദ്ധുവിൻ്റെ നോട്ടം ഡ്രിങ്ക്സ് സെർവ് ചെയ്യുന്ന പയ്യനിലേക്ക് നീണ്ടു. എന്തോ കണക്ക് കൂട്ടലുമായി സിദ്ധു അവൻ അരികിൽ വിളിച്ചു. ആ നിമിഷം സിദ്ധുവിൻ്റെ കണ്ണുകൾ പവിയിലേക്ക് നീണ്ടു. ഏതോ ഒരുത്തൻ പവിയുമായി കൂട്ടിയിടുകയും അതിനിടയിൽ അവൻ പവിയെ വീഴാതെ പിടിച്ച് താങ്ങി നിർത്തുകയും ചെയ്യുന്നുണ്ട്. ആ കാഴ്ച കണ്ടതും സിദ്ധുവിൻ്റെ മുഖം ഇരുണ്ടു. അതും പോരാഞ്ഞ് അവൻ പവിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, ചിരിച്ചു സംസാരിക്കുന്നു. എല്ലാം കൂടി ആയതും സിദ്ധുവിൻ്റെ തല പെരുകി. സാർ, ഡ്രിങ്ക്സ്. സെർവിംഗ് ബോയുടെ ശബ്ദം കേട്ട് സിദ്ധു തിരിഞ്ഞു നോക്കി. വട്ടി പിടിച്ച സിദ്ധു മദ്യത്തിൻ്റെ ഗ്ലാസ് എടുത്ത് വായിലേക്ക് അതുപോലെ കമഴ്ത്തി. വീണ്ടും സിദ്ധുവിൻ്റെ നോട്ടം പവിയിലെത്തി. മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവൻ്റെ മുഖം സിദ്ധുവിന് മുന്നിൽ വ്യക്തമായി. ആ നിമിഷം സിദ്ധുവിൻ്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. സിദ്ധു 2-3 ഗ്ലാസ് മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു. എടാ, നീ എന്തായി കാണിക്കുന്നേ? അഭിയും തേജയും ജീവയും സിദ്ധുവിനരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അന്നേരം സിദ്ധുവിൻ്റെ കൈ അവന് നേരെ നീണ്ടു. അക്ഷയ്. അഭിയുടെ അതരങ്ങൾ മുഴിഞ്ഞു. ഇതേ സമയം ജയിലിൽ ഹരിദാസിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. കിടന്നിട്ട് ഉറക്കം വരാത്തതുപോലെ. ഇന്ന് രാവിലെ ഓം അയാളെ കാണാൻ ചെന്നിരുന്നു. പവിയുടെ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ പവിയുടെയും സിദ്ധുവിൻ്റെയും വിവാഹ ഫോട്ടോ അവൻ കാണിച്ചു കൊടുത്തിരുന്നു. സിദ്ധുവിൻ്റെ മുഖം കണ്ടതു മുതൽ തുടങ്ങിയതാണ് മനസ്സിലൊരു ഭാരം. അവനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ. പിന്നീട് മണിക്കൂറുകളോളം ആ മുഖം ഓർത്തെടുക്കാനുള്ള ശ്രമമായിരുന്നു. ഒടുവിൽ ആ മുഖം മനസ്സിൽ തെളിഞ്ഞു. ഒരു നാൾ ജയിലിലെ തോട്ടത്തിൽ ജോലി ചെയ്യവെയാണ് ജയിലിൻ്റെ വരാന്തയിൽ കൂടി നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കുന്നത്. പിന്നീടാണ് അറിയുന്നത് ജയിലിൽ പുതുതായി എത്തിയ ഗുണ്ടാ സംഘത്തിലെ ഒരാളെ കാണാൻ വന്നതാണെന്ന്. നാട് വിറപ്പിക്കുന്ന ഗുണ്ടാ നേതാവ് ദേവരാജ ഗൗഡയുടെ സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഒരുവൻ. അവനെ കാണാൻ സിദ്ധു എന്തിനായിരിക്കും വന്നിരിക്കുക? ഇനിയിപ്പോൾ സിദ്ധുവും അവന്മാരുടെ കൂടെ ഉള്ളതാണോ? ഹരിദാസിൻ്റെ ചിന്തകൾ കാട് കയറി. മറ്റൊരിടത്ത് ഓം നന്ദുവിനെ പഠിപ്പിക്കുന്നുണ്ട്. അവൾ ബുക്കും തുറന്നു വെച്ച് താടിക്ക് കൈയും കൊടുത്ത് അവനെ ഇമച്ചിമ്മാതെ നോക്കി നിൽക്കുന്നു.